ഹായ്, സുഖല്ലേ? ഇന്ന് നല്ല സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വന്നാ. എന്താന്നല്ലേ, ഇപ്പൊ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാവൂച്ചെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോളി. മറ്റൊന്നുമല്ല, ഒരു മനുഷ്യൻ കണ്ടോടത്തുനിന്നൊക്കെ കണ്ടതൊക്കെയും വലിച്ചു വാരി കഴിച്ച് അത് ചീഞ്ഞതാണോ നാറിയതാണോ ഒന്നും നോക്കാതെ ഫുള്ള് വലിച്ചു വാരി കഴിച്ച് അവസാനം വയറ് കേടായിട്ട് നേരെ കക്കൂസുക്ക് ചെല്ലുക. അപ്പൊ കക്കൂസ് പറയാണ് എന്ത്, ഇവിടെ പറ്റൂല, വണ്ടി വിട്ടോന്ന്. എന്തായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ? അതേമാതിരി ഒരാളെ കാണിച്ചിട്ട് എനിക്ക് ഞാൻ ഇതാ കണ്ടോ, സംഭവം എന്താന്നല്ലേ, ഇസ്രായേലാണ് ഓന്റെ പടച്ചോന്, ഇസ്രായേലാണ് ഓന്റെ എല്ലാം. എന്നാ ഓൻ മതല്ലാത്ത ആളാട്ടോ. മറ്റുള്ള കൂട്ടം പറഞ്ഞ മാതിരി ഈ എക്സ് മുസ്ലിം അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഇസ്ലാമിന്ന് പുറത്തു പോയ ആളുകൾക്ക് മതം ഉണ്ടാവൂല. പക്ഷെ വിമർശിക്കാൻ ആകെയുള്ളൊരു മതം ഓലിക്ക് ഈ ഇസ്ലാമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറെ കാലമായിട്ട് നന്നായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഹാർപ്പിക്ക്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം, ഓന്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. എങ്കിലും ഇത് നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ, മറ്റൊന്നുമല്ല. ഓ ഇസ്രായേലിൽ പോയപ്പോ അവിടുന്ന് എന്ത് ചെയ്തു, ആട്ടി. എങ്ങനെ ആട്ടിയോനെ? പോ മോനെന്നൊന്നും പറഞ്ഞിട്ടല്ല, അതിലപ്പുറം പറഞ്ഞിട്ട്. അതൊന്നും എനിക്കിവിടെ പറയാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും ഓൻ അതിനൊരു റിപ്ലൈ മാറ്റി കൊടുത്തേക്കൂടെ. എങ്ങനെ? ഭയങ്കര എക്സ്പ്ലനേഷൻ ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. അതിൽ തന്നെ ഉണ്ട് ഈ ന്യൂസ് എത്രത്തോളം സത്യമാണ്, ഇത് സംഭവിച്ചിരിക്കണോ ഇല്ലേ എന്നുള്ളത്. അത് ഞാൻ അതിന്റെ ഇടയ്ക്ക് വെച്ച് പറയാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണി. ഒരു തരത്തിലും ഈ ഒരു ഇസ്രായേലുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള വിഷയങ്ങളിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ ഇവിടെ അവര് എടുത്ത ഒരു വഴി എന്ന് പറയുന്നത് ഏതോ ഒരു പോൺ സ്റ്റാറിന്റെ ചിത്രവും വെച്ചുകൊണ്ട് ഏതോ ഒരു ഫേക്ക് ഐ ഡി, ആ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പ് കമന്റ്, ആ കമന്റും പൊക്കി പിടിച്ചുകൊണ്ട് അതെന്നെ അതുപോലെ ഇന്ത്യയെ ഒക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു സാധനം അന്നെ അതേപോലെ ഇന്ത്യനേക്ക് വലിച്ചിടണ്ട. മനസ്സിലായോ? സംഖ്യകളെ സുഖിപ്പിക്കാനും സംഖ്യകളെ സപ്പോർട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഇപ്പൊ ഇന്ത്യനെയും കൂടി അയക്ക് കൂട്ടണ്ട. അന്നെ കടക്ക് പുറത്തെന്ന് പറഞ്ഞത് അന്നോടാ. മനസ്സിലായോ? അല്ലാതെ ഇന്ത്യയുടെ പേരൊന്നും അവിടെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇനി ഏറ്റവും വലിയ ഒരു തെളിവെന്താ അറിയോ? ഇവൻ ഏത് വീഡിയോ ചെയ്യുകയാണെങ്കിലും അതിന്റെ മുമ്പേ തന്നെ ഉണ്ടാവും അവന്റെ മുമ്പിൽ ആ വീഡിയോയുടെ ഇസ്രായേലിന്റെ ഒരു ഫ്ലാഗ്. അത് മസ്റ്റ് ആവും എനിക്ക്. അവന്റെ ബാക്കിയുള്ള വീഡിയോ എടുത്തൊക്കെ. പക്ഷെ ഈ കടന്ന മെഴുകിണിയില് ഇസ്രായേൽ ഇല്ല. ഇസ്രായേൽ വരുമോന്നും അറിയില്ല. കാരണം എന്താ, ആ ടീക്കല്ലേ ഇതാ എടുത്തു വെച്ച് വലിയ വാർത്തയാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നിട്ട് അത് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ കണ്ടപ്പോ, ഈ സാധനം കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ഫേക്കാണ്, ഇതൊരു ഫേക്ക് ഐഡിയ ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അതിനകത്ത് ആ പറഞ്ഞ കാര്യം, അതായത് എന്നെ ജിഹാദി ഹുസൈൻ എന്നാണ് അതിനകത്ത് വിളിക്കുന്നത്. അപ്പൊ ഞാൻ അതിനകത്ത് കണ്ടത് എന്താണ്, ഓക്കെ, നമ്മൾ എത്രയൊക്കെ വലിയ എക്സ്പോസ്, നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്, കാക്കാമാര് ഒപ്പിക്കുന്ന പണിയുടെ ഭാഗമായിക്കൊണ്ട് ഇതിൽ അടി കിട്ടുമ്പോ എക്സ് മുസ്ലിമിന് പോലും കിട്ടും എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിൽ ഞാൻ കറങ്ങി നടക്കും, ഈ കേരളത്തിൽ നിന്നിട്ട് ഞാൻ എക്സ് മുസ്ലിം ആണെന്നൊക്കെ പറയുമ്പോൾ നാലാളെ അറിയും, ഉസ്താദുമാരിങ്ങനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്, സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. അതല്ലാതെ കേരളം വിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിച്ചറിയാൻ പോകുന്നില്ല. അവിടെ പോയിട്ട് കലിമയെല്ലാം പറഞ്ഞ് ഞാൻ ചെല്ലണം, മുണ്ട് പൊക്കി കാണിക്കാൻ പറഞ്ഞാൽ ഞാനും മുണ്ട് പൊക്കി കാണിക്കണം. ഇതാണ് അവസ്ഥ. കാരണം എന്താണ്, ഈ പറഞ്ഞ് വെച്ച സാധനങ്ങൾ, ചെയ്തു വെച്ച സാധനങ്ങൾ ഒന്ന് പറഞ്ഞ അടുത്തതിന് ജിഹാദ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഈ ഒരു കുത്തിത്തിരിപ്പ് സാധനം കാരണം നാട്ടുകാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ ഇരകളായിട്ട് ലോകത്തെ തന്നെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടല്ലേ നമ്മൾ പറയാറുള്ളൂ, ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് അത് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ മറ്റു പല റിസർച്ചുകളും പറയുന്നത് എന്താണ്, ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആശയം, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് അത് മതമാണെങ്കിൽ ആ മതം അത് ഇസ്ലാമാണ്. അന്ന് നമ്മൾ പറയുമ്പോൾ അതിന് കണക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. വെറുതെ ഇങ്ങനെ ആകാശത്ത് നോക്കിയിട്ട് നിങ്ങൾ ഈ മദ്രസ വാദം വെക്കുന്ന മാതിരി അല്ലല്ലോ നമ്മൾ വെക്കുന്നത്, കണക്കുകളാണ്. ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? മെഴുകെ. മറ്റേ പണ്ടല്ലോല് പറയുന്ന മാതിരി ഏത് വാപ്പ വന്നാലും ഉമ്മാക്കാതല്ല അറിഞ്ഞില്ലേ, അതേമാതിരി ആരിപ്പോ ജൂതന്മാരാട്ടി അതിനും ഉസ്താദ്മാരെ നെഞ്ഞത്തേക്ക ഓന്റെ വണ്ടി കയറല്, അതേ വഴിയുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് സംഖ്യകളും കൂടി ഇവനെ സപ്പോർട്ട് ചെയ്യാൻ കിട്ടണ്ടേ? അപ്പൊ എന്ത് ചെയ്തു, ഇന്നെ മാത്രല്ല കേട്ടോ ഇന്ത്യനെയും പറഞ്ഞോന്ന്. ഇത് കേൾക്കുമ്പോ എന്നറിയില്ലേ, ഈ ഗാന്ധിജി ഓട്ടോറിക്ഷ അടിച്ചിട്ടാ മരിച്ചിക്കണെന്ന് വിശ്വസിക്കുന്ന ടീമില്ലേ, ഓലെ രാജ്യസ്നേഹികള്. അപ്പൊ ഓലെ സപ്പോർട്ടിന് വേണ്ടിട്ട് ഇപ്പൊ ഇന്ത്യനെയും കൂടിയും പറഞ്ഞു എന്നാക്കിയിരിക്കണത്. എന്തായാലും ആർപ്പിക്കേ മനസ്സ് നിറഞ്ഞു കേട്ടോ. കാരണം എന്താ അറിയോ, ഇങ്ങനെ ഒരു കാഴ്ച ഇനി ഇതൊന്നും അല്ല, അണക്കൊക്കെ വരാതിരിക്കണത്തെ കാഴ്ചകളുണ്ടല്ലോ,
എന്തായാലും കണ്ടിട്ട് അതുകൊണ്ടാ പറഞ്ഞിരുന്നത് ഇതൊന്നും പെട്ടെന്ന് ഇല്ലാതെ ആവൂല. ഇതിമൊന്നും നിൽക്കൂല ആരിഫ്. എന്റെ കാര്യം എത്ര വലിയ മറ്റേ ബുർജ് ഖലീഫയുടെ മുകളിലാണ് പറഞ്ഞാൽ ഇജ്ജ് സ്റ്റെപ്പായിട്ട് താഴേക്ക് വരും. അങ്ങനെയൊന്നും പടച്ചോൻ എന്നെ പിടിക്കൂല. പടച്ചോൻ പിടിക്കുന്ന സമയമുണ്ട്. എപ്പോ അറിയോ? അതെനക്ക് ശരിക്ക് നേരെ കൊള്ളും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ മരണപ്പെട്ട വാർത്ത അറിഞ്ഞിട്ട് പോലും ഇത്ര മനസാക്ഷി ഇല്ലാതെ ഒരു പോസ്റ്റ് ഇടാൻ ഈ ലോകത്ത് അനക്കേ കഴിയുള്ളൂ ആരിഫെ. അതെന്തുകൊണ്ടറിയോ? എൻ്റെ ഉമ്മ എന്നുള്ളത് മാത്രമല്ല, ഈ മതത്തിനോടുള്ള ഒരു അത്രയും എൻ്റെ ഒരു വൈരാഗ്യം, ഒരു വെറുപ്പ്, അതാണ് അന്നെങ്ങനെ ചീപ്പിക്കുന്നത്. ആ വെറുപ്പ് എന്തിന്റെ പേരിൽ വന്നു എന്നുള്ളതും അന്നെ അറിയുന്നവർക്ക് അറിയാം. ഇതൊന്നും നല്ലൊരു കോമഡി. ഞങ്ങൾക്ക് വേറെ വീഡിയോ കാണിച്ചു തരാം. നമ്മൾ ഈ കാണുന്നത് ബാംഗ്ലൂർ എയർപോർട്ടാണ്. ഞാൻ ഇവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അപ്പോഴേക്ക് കുറെ മൊണ്ണകൾ ചാടി വീണ് വിളിച്ചു പറയാണ് അത് കോൺഗ്രസ് ആണ് ഉണ്ടാക്കിയത് എന്ന്. ആഫ്രിക്കയിലും ആ കാലത്തെ എയർപോർട്ടൊക്കെ ഇല്ലേ? നമ്മൾ കൃത്യമായിട്ട് എടുത്തു പറയുന്നത് ഇന്ന് കാണുന്ന അത്യാധുനിക സൗകര്യങ്ങളിലേക്ക്, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ബാംഗ്ലൂർ എയർപോർട്ടിനെ എത്തിച്ചത് നരേന്ദ്രമോദി. എനിക്ക് ശ്വാസം മുട്ടുക ഓൻ പറയുന്നത് കേൾക്കുമ്പോഴേ. എന്തൊക്കെയോ ഒരു വിമ്മിഷ്ടം. ഓന്റെ കണ്ണും മോറും ഒക്കെ പാടങ്ങോട്ട് പുറത്തേക്ക് തള്ളിയിട്ട്. ഞാനിപ്പോ ഇത് വന്നത് എന്തിനറിയോ? ഇവന്റെ ആദ്യ കാലത്തെ വീഡിയോകൾ കണ്ടിരുന്നു. ഇവൻ ഈ ചാരപ്പണിയും ഒറ്റുപണിയും പിന്നെ എന്താ പറയാ അല്ലാത്തൊരു സംഖ്യ അല്ലാത്തൊരു ആളുണ്ടായിരുന്നു. അത് കണ്ട ഞങ്ങള് കോരിത്തരിച്ച് നീച്ചെന്ന് പഞ്ചായത്ത് റൗണ്ട് കൂടെ ഓടും. കാരണം നമുക്ക് അതൊന്ന് കണ്ടോ. വർഗീയത പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരായിട്ടുള്ള ഊളകളോടും മതപുരോഹിതന്മാരോടും ഞങ്ങൾ പുതുതലമുറക്ക് പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ച് മതം എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ സ്വകാര്യതയാണെന്നും ആ മതത്തിനെ ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഇപ്പൊ സംസാരിക്കണോക്ക ഇപ്പൊ എന്റെ സംസാരം എന്താ വെക്കാം അതൊന്നുമില്ലല്ലോ. നേരെ സംസാരിക്കണ്ടോ? സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല എന്നും വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ പുതുതലമുറയിൽപ്പെട്ട ആളുകൾ. ഞങ്ങൾ കൂടുതൽ മൂല്യം കൊടുക്കുന്നത് മനുഷ്യത്വത്തിനും സൗഹാർദ്ദത്തിനും തന്നെയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് കാലം എങ്ങനെയുണ്ട്? വർഗീയത പറഞ്ഞു നടക്കുന്നവരുടെ സ്ഥാനം ചവറ്റി കൊട്ടയിൽ തന്നെയാണെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ചാറ്റി കിടക്കുന്നത്. ഈ ഒരു സംസാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? നാവും ഇതിനു മുമ്പ് സംസാരിച്ചത് എങ്ങനെയുണ്ട്? എന്താ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് ഒരു പിടുത്തമല്ല. എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ. ഇതിന്റെ ഇടയ്ക്ക് വേൾഡ് കപ്പ് മറ്റേ എന്താ പറയാ ഈ ഓരോരുത്തരത്തിൽ ലിങ്ക് ചോദിച്ചാൽ ലിങ്ക് തരുമല്ലോ. അപ്പോ നിങ്ങൾക്ക് എത്ര ആൾക്ക് ഇത് അനുഭവം ഉണ്ടാവില്ല. വേൾഡ് കപ്പിന്റെ ലിങ്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് വിട്ടുതരും. ആ ലിങ്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും അറബിക്ക്, ചൈനീസ്, മലയാളം, ഹിന്ദി, തമിഴ് എന്നൊക്കെ പറഞ്ഞങ്ങനെ വരും. ഏത് ലാംഗ്വേജിലുള്ള ലിങ്കാണ് നമുക്ക് വേണ്ടച്ചെങ്കിൽ, ആ കളിയെ വേണ്ടച്ചെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു പൊട്ടസംഖ്യ അറബിയിൽ ക്ലിക്ക് ചെയ്തേക്കും. അറബിയിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനെടുത്തപ്പോ ഔവ്വല മറത്തിന്നൊക്കെ പറഞ്ഞോട് കൂടെ കളി മുഴുവൻ ജിഹാദികളാണ്. എങ്ങനെ? എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ വന്നിട്ട് അതും മീഡിയയിൽ പറയുന്നുണ്ട്. ഇതാ കേട്ടോ. ലോകത്തിലെ ഫുട്ബോളിനെ പൂർണ്ണമായും ഇസ്ലാമികത വിഴുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാലത്ത് റഷ്യയും ഇംഗ്ലണ്ടും സ്പെയിനും ഒക്കെ ആയിരുന്നു ഈറ്റില്ലമെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യയും ഖത്തറും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഫുട്ബോളുകൾക്ക് ഫണ്ട് ഇറക്കുന്നത്. അറബ് രാജ്യങ്ങളാണ്. എണ്ണപ്പണം കൊണ്ട് ലോകത്തിലെ ഫുട്ബോളിനെ പൂർണ്ണമായി അവർ കൈയടക്കിയിരിക്കുന്നു. ഫുട്ബോൾ ഇസ്ലാമികവൽക്കരിക്കുന്ന പൊന്നാര ചെങ്ങായി അടുത്ത ലിങ്കിൽ വെക്ക് മലയാളം വരും. അറബി കേൾക്കുമ്പോഴത്തേന് മൊത്തം ജിഹാദികൾ ഫണ്ട് ഇറക്കുകയാണെന്നും പറഞ്ഞിട്ട് സൗദിയും ഖത്തറും ഫണ്ട് ഇറക്കുകയാണെന്നും പറഞ്ഞിട്ടാ നിൽക്കുന്നത്. അതിൽ അറബി കമന്ററി വന്നീനി. ഏതാ ഈ മോയന്റെ? ഇപ്പൊ മലയാളം വന്നിക്കണെച്ചെങ്കിൽ കേരളമാണ് ഇറക്കണ വേൾഡ് കപ്പ് ഫിഫ. ഈ പറ്റിനൊക്കെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? ഇനി വേറൊരു ചങ്ങായി ഉണ്ട്. ഏത് ആ പറഞ്ഞിട്ട് ലീക്കില്ലേ കാണിച്ചാരാ. അത് പറയണ എന്താ അറിയോ? ഹലാല് കാറ്റുണ്ട്. ഈ ജെമിനി, ChatGPT മുതലായവെല്ലാം ഇല്ല ഈ 2026 ഇജാതി മൊയന്തുകളൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു ഭൂമി. അത് നമ്മളെ ഈ ഭൂമി തന്നെ ഉണ്ടാവുള്ളൂ. ഹലാൽ ഫ്ലാറ്റ് ഉണ്ടാവും. ഹലാൽ ഫ്ലാറ്റ് കേരളത്തിലുണ്ട്. എവിടെ? കോഴിക്കോട്.
കോഴിക്കോടോ മലപ്പുറമോ സ്ഥലപ്പേര് ഞാൻ ഇപ്പോൾ മലബാറിലായിരിക്കും. മലബാറിൽ ആണ്. അതിന്റെ പ്രത്യേകത ആ ഫ്ലാറ്റുകൾ മക്കയെ നോക്കിയിട്ടാണ്. മക്കം നോക്കി എന്ന് പറയുന്ന പ്രയോഗമുണ്ട് മലയാളത്തിൽ പറയുന്നത്. നേരെ ഇരിക്കുക, അതൊരല്പം ചെരിച്ചു വെച്ചാൽ അതായത് മക്കം നോക്കി നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഈ കോമ്പൗണ്ടിനകത്തെ എല്ലാ ഫ്ലാറ്റുകളും നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഫേസ് ചെയ്തതാണ്. അതിനകത്തെ ഒരു മുറിയിൽ നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും ഹലാൽ ഫ്ലാറ്റ്. എന്താ എങ്ങനെ ഇതിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക? ഒരു പിടുത്തമല്ല. തൂഫാനല്ല, തൂഫാൻ വന്നാലും ഇബിലേക്ക് സാധനം കിട്ടുന്നുണ്ട് അതിനർത്ഥം. അതാണ് സംഭവം, വേറെ ഒന്നും ഇതിന് പറയാനില്ല. അപ്പൊ ഹാർപ്പിക്കേ കടന്ന് മെഴുകണ്ട കേട്ടോ. സംഭവം ആട്ടി, അതന്നെയാണ് സത്യം. അപ്പോ അന്റെ പിന്മുറക്കാരാണ് ഇപ്പൊ, മുൻമുറക്കാരാ അന്റെ കൂട്ടക്കാരാണ് ഇപ്പൊ ഇത്, മനസ്സിലായോ? അതിന് പഠനം ഉണ്ടാക്കി വന്നിട്ടല്ലേ ഇപ്പൊ ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ യൂണിവേഴ്സിറ്റി നിങ്ങൾ തമ്മിലാണ് തീരുമാനിക്കുക. ഞങ്ങളിതാ പോയേ. ശരി എന്നാ, വായ്.